ആകാശവാണി കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കുട്ടായി. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന സാധനമായിരുന്നത്. ഇന്നത്തെ മക്കൾക്ക് ഇത് പൊതുവെ കേൾക്കാറില്ല. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന PSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും. പറഞ്ഞു വരുന്നത്, ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസിന് PSC പഠിക്കുന്ന കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ്. സ്ഥിരമായിട്ട് ഈ 10 മിനിറ്റ് ന്യൂസ് നമുക്ക് രാവിലെ പ്രാദേശിക വാർത്തകളും നാഷണൽ ന്യൂസ് രണ്ടും കിട്ടും. അപ്പം ഏതെങ്കിലും ഒന്നോ ഇനിയല്ല രണ്ടോ സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിപ്പോ ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് സമയത്തും കേൾക്കാം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവരുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ചാനലിൽ കയറിയാൽ ന്യൂസുകൾ കിട്ടും. എല്ലാ ദിവസവും ഇതിങ്ങനെ കേൾക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. കേൾക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു പാസീവായിട്ടുള്ള വർക്കാണ് അല്ലേ? ആക്റ്റീവായിട്ടും കേൾക്കാം, പാസീവായിട്ട് നമ്മളിങ്ങനെ കേട്ടു പോവാണ്. ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ ഫ്രാൻസ് സന്ദർശിച്ചു, ഫ്രാൻസ് പ്രധാനമന്ത്രി നിക്കോളാസ് സർക്കോസി, എന്തെങ്കിലും എക്സ് ആൻഡ് വൈ, അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയാതെ ആ പ്രൊണൗൺസിയേഷൻ അതുപോലെ തന്നെ അവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ ഇബ്രാഹിം ട്രോഡെ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ നമ്മള് അതിങ്ങനെ കേട്ട് അതെങ്ങനെയാണ് പറയേണ്ടതെന്നും അയാൾ ഏത് രാജ്യത്തെ ലീഡറാണെന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ബുർക്കിന ഫാസോ അല്ലെ, ബുർക്കിന ഫാസോ എന്ന് നമ്മളിങ്ങനെ കേൾക്കാത്ത രാജ്യങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇത് അറിയാതെ പതിയാണ്. ക്വസ്റ്റ്യൻ വരുമ്പോ, ചോദ്യം വരുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കിത് ആൻസർ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഒന്നുകിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇപ്പം ഷീൻ PSCക്കും ഷീൻ IASനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസ് ഡെയിലി നിങ്ങൾക്ക് നൽകുന്നു. അത് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ക്ലാസ് റൂം ചാനലിൽ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അത് പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി. ഇനി രണ്ടാമത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് ഏതൊരു കാലം മുതൽ നമ്മൾ വല്ലാണ്ടൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാത്തൊരു കാര്യം. പക്ഷെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരും PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും എപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കാൻ പറയാറുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ എന്തോ ഒന്ന് പഠിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല. നമുക്ക് എന്താ ഉള്ളത്? വിവരങ്ങൾ അറിയാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ദിനേന നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു, അപ്പുറത്ത് റേഡിയോ ന്യൂസും കേൾക്കുന്നു. അപ്പൊ ഈ ആനുകാലിക സംഭവങ്ങൾ നമ്മളെ സ്വന്തമായി. മാത്രമല്ല ഇപ്പൊ PSC ഈ ട്രഡീഷണലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 4 ആൻസർ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ KS പോലത്തെ ഡിഗ്രി ലെവൽ പല പരീക്ഷകളിലേക്കും കുറച്ചും കൂടെ നമ്മുടെ ഈ പെർസ്പെക്റ്റീവുകളൊക്കെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള നോളേജ് ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് PSC കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അന്നേരം പഠിക്കാൻ നിൽക്കണ്ടല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചു വന്നാൽ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ പഠിച്ച 2 ഉപകാരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷന്റെ സമയത്ത് ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന വേറെ ഭാഗം എവിടെയാ? കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ഇറക്കാറുണ്ട് ചില കോച്ചിങ് സെന്ററുകൾ. ഇപ്പൊ ഷീൻ്റെതാണെങ്കിൽ മാസ്റ്റർ ജീനിയസ് എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മാഗസിൻ ഇറക്കാറുണ്ട്. എല്ലാ ആഴ്ചയും കിട്ടും. ഇതേപോലെ ഉള്ള റിസോഴ്സസ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട, സ്ഥിരമായിട്ട് ഒരു റിസോഴ്സ് തന്നെ ഉപയോഗിക്കണം. ഒന്ന് ഇപ്പുറത്ത് ഉപയോഗിച്ച് മറ്റൊന്ന് വേറെ ഉപയോഗിച്ച് ഇങ്ങനെ കുറേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സമയം കിട്ടാതാകും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ UPSCക്കൊക്കെ നമ്മൾ പിന്നെ വിഷൻ IASൻ്റെതും അതുപോലെ തന്നെ മറ്റു പല കോച്ചിങ് സെന്റർ ഇറക്കുന്ന കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഇനി PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ PSC ഇറക്കുന്ന തന്നെ ഒരു തൊഴിൽ പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലത്തെ മാഗസിൻസിലൊക്കെ കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. ഈ കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം തുടങ്ങിയത് നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളത് വെച്ചിട്ടാണ്. അത് പിന്നെ ന്യൂസ് കാണണം ഉദ്ദേശം ഉണ്ടെങ്കിൽ DD ന്യൂസ് കാണുക. അപ്പൊ പ്രൈവറ്റ് ചാനലുകളുടെ ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ കുറെ ഡിസ്കഷൻസ് വരും.
അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടാകും. ഈ DD ന്യൂസ് ഒക്കെ പരമാവധി ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക ഗവൺമെന്റ് തലത്തിലുള്ള ഡിസ്കഷൻസ്, ഗവൺമെന്റ് തലത്തിലുള്ള വിസിറ്റുകൾ, ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പം കറണ്ട് അഫയേഴ്സിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വിട്ടുപോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സി യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.